أنزل على عبده الكتاب بل لم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض تحبط أعمالكم وأنتم لا تشعرون. إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോട് ഇന്ന് നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഉദാത്തവും സംശുദ്ധവും സമാധാനപൂർണമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള അതിബൃഹത്തായ മാർഗദർശനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നത്. ആ ലോകത്തിൻ്റെ സംസ്ഥാപനത്തിനും അതിൻ്റെ നിലനിൽപ്പിനും അടിസ്ഥാനപരമായി ആവശ്യമായ സംഗതികളെല്ലാം ഖുർആനിലൂടെ വിശദമാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉന്നതമായ ഒരു ലോകം, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ലോകം, അള്ളാഹുവിലേക്ക് മുഖം തിരിച്ചിട്ടുള്ള ഒരു ലോകം, വിചാരശുദ്ധിയുടെയും വികാരശുദ്ധിയുടെയും സംസ്കാര ഔന്നത്യത്തിൻ്റെയും സംസാര മാന്യതയുടെയും പെരുമാറ്റവശതയുടെയും മഹത്തായ ഒരു ലോകം. അവിടെ വികാരങ്ങൾക്കല്ല, മനുഷ്യൻ വിചാരങ്ങൾക്കാണ് എപ്പോഴും പ്രാമുഖ്യം കൽപ്പിക്കുക. പരസ്പര സ്നേഹത്തിൻ്റെ, മനുഷ്യന് ഭൂമിയിൽ ആശ്വാസവും സമാധാനവും നൽകുന്ന ആ ഒരു ലോകം. ഇത് യഥാർത്ഥത്തിലൊരു നടപ്പാക്കാനാവാത്ത ഒരു ഉട്ടോപ്യൻ തിയറി അല്ല. ഈ ഭൂമുഖത്ത് ഒരുപാട് പ്രാവശ്യം നടപ്പാക്കി കഴിഞ്ഞതാണ്. ആദം നബിയുടെ ആദ്യ നാളുകളിൽ അത്തരമൊരു ലോകത്താണ് മനുഷ്യ സമൂഹം ജീവിച്ചിരുന്നത്. നൂഹ് നബിയുടെ വെള്ളപ്പൊക്കത്തിന് ശേഷമുണ്ടായ ആദ്യ തലമുറ അത്തരമൊരു സംശുദ്ധമായ ലോകത്താണ് ജീവിച്ചിരുന്നത്. അഴിമതിയില്ലാത്ത, കളങ്കമില്ലാത്ത, സമ്മർദ്ദങ്ങളില്ലാത്ത ഒരു ലോകം. നമ്മൾ മാവേലിയുടെ ലോകത്തെക്കുറിച്ച് പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഈ ഒരു ലോകസങ്കല്പം ഖുർആൻ മാത്രം മുന്നിട്ട് വെക്കുന്നതല്ല. ആദ്യകാലം മുതൽ എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിർദ്ദേശങ്ങൾ ആ ഒരു ലോകത്തേക്കാണ് മനുഷ്യനെ നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും അത്തരമൊരു ലോകം ഉണ്ടായിട്ടുണ്ട്. ആദ്യ സമൂഹ ഗോത്രങ്ങളുടെ പതനത്തിന് ശേഷം ഉണ്ടായ ലോകം യഥാർത്ഥത്തിൽ അത്തരം ലോകമായിരുന്നു. പ്രവാചകന്മാരാഗതരാകുന്നതിന് മുമ്പ് മനുഷ്യന്മാര് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും നാശം വിതയ്ക്കുകയും വിഭവങ്ങൾ അനാവശ്യമായി ക്രയവിക്രയം ചെയ്യുകയും ആർത്തിയോടെ വാരിത്തിന്നുകയും ചെയ്തപ്പോഴാണ് ഭൂമിയിൽ കുഴപ്പങ്ങൾ കൂടുതലുണ്ടായത്.
ആ സന്ദർഭങ്ങളിലെല്ലാം പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുകയും അവരുടെ അതിക്രമത്തിനും ധിക്കാരത്തിനും എതിരായി താക്കീതുകൾ നൽകുകയും ചെയ്തു. അത് നിഷേധിച്ചവരായിരുന്നു കൂടുതൽ. ആ നിഷേധിച്ചവരൊക്കെ നശിപ്പിച്ചു കളഞ്ഞ് പിന്നുണ്ടാകുന്ന ലോകം അള്ളാഹുവിലേക്ക് മുഖം തിരിച്ച സമാധാനപൂർണമായ ഒരു ലോകമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മദീനയിൽ കെട്ടിപ്പടുത്ത ലോകം ഈ മാതൃകയിലുള്ള ഒരു ലോകമായിരുന്നു. ആ ലോകം യഥാർത്ഥ സമാധാനം മനുഷ്യൻ നൽകുന്നു. ഭൂമിയിൽ സമാധാനം നൽകുന്നു, ജീവിതത്തിലും മരണത്തിലും മരണാനന്തരവും സമാധാനം നൽകുന്നു. കാരണം അള്ളാഹുവിൻ്റെ സവിശേഷമായ ഒരു സ്വഭാവമാണ് സമാധാനം എന്നത്. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹു അൻത സലാം, ശാന്തി എന്നത്, സമാധാനം എന്നത് അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിൽ നിന്നുള്ള ഏത് വരൂ, അള്ളാഹുവിലേക്ക് അത് മടങ്ങിപ്പോവുകയും ചെയ്യും. ഈ സമാധാനപരമായ ഒരു ലോകം കെട്ടിപ്പടുത്ത് അതിൽ അള്ളാഹുവിൻ്റെ വിഭവങ്ങൾ അവൻ നിർദ്ദേശിച്ച രൂപത്തിൽ ഉപഭോഗിച്ചുകൊണ്ടും വിനിയോഗിച്ചുകൊണ്ടും ജീവിക്കുവാനാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ അല്ലാഹു തആല അവന്റെ ഖലീഫയെ തീരുമാനിച്ചത്. പക്ഷേ അതിരുകളില്ലാത്ത ആശകളുടെ ഒരു മനസ്സ് മനുഷ്യന് നൽകിയതുകൊണ്ട് ധിക്കാര മനുഷ്യൻ പലപ്പോഴും പ്രവർത്തിക്കുന്നത് കൊണ്ട് ഭൂമിയിൽ അവന്റെ സമാധാനം ഇല്ലാതായിരുന്നു. അങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ, ആശ്വാസത്തിന്റെ ഒരു ജീവിതം ഉണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ച ആ നിർദ്ദേശങ്ങളിലൂടെ നടന്നു പോകലേ മനുഷ്യന് ഒരേ ഒരു വഴിയുള്ളൂ എന്ന് ആവർത്തിച്ച് ഖുർആൻ പറയുന്നു. മനസ്സിന്റെ വിചാരങ്ങളിലും ഹൃദയത്തിന്റെ ആശകളിലും താല്പര്യങ്ങളിലുമൊക്കെ മിതത്വം പാലിക്കുന്ന, അച്ചടക്കം പാലിക്കുന്ന ഒരു ജനതയുള്ള ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ. അവിടെ ജീവിതത്തിന് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും സങ്കീർണതകൾ ഒരിക്കലും മനുഷ്യന്റെ മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികളുടെ ആധിക്യം ഉണ്ടാവില്ല, പ്രഷർ രോഗികളുടെ ആധിക്യം ഉണ്ടാവില്ല. ഇത് വെറുമൊരു പാഴ്വാക്കായി പറഞ്ഞല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈജിപ്തിൽ നിന്ന് ഒരു ഹക്കീം മദീന സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം ഹക്കീം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഡോക്ടർ. മദീനയിൽ ഒരു പുതിയ സമൂഹം ഉണ്ടായിരിക്കുന്നു, അവിടെ പോയാൽ കൂടുതൽ രോഗികളെ കിട്ടും, പൈസ ഉണ്ടാക്കാം എന്നുള്ള നിലയിലാണ് മിസ്റിൽ നിന്ന് അയാൾ മദീനയിലേക്ക് എത്തിയത്. മദീനയിൽ വന്ന് അവിടെ താമസമാക്കി കുറേ ദിവസം അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നടന്നിട്ട് രോഗികളൊന്നും കാണുന്നില്ല. എന്താണ് ഈ നാട്ടിൽ മനുഷ്യന്മാർക്ക് രോഗികൾ ഇല്ലേ? മൂപ്പർക്ക് വലിയ പ്രശ്നമായി. അങ്ങനെ അദ്ദേഹം അത് അന്വേഷിച്ചു. അപ്പൊ ഇവിടെയുള്ള ആളുകളുടെ ജീവിത രീതി രോഗത്തെ പ്രതിരോധിക്കുന്ന തരത്തിലാണ്. അവര് 5 നേരം അംഗസ്നാനം നടത്തുന്നു, കുളിക്കുന്നു, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നു, ആഹാരം കഴിച്ചതിന് ശേഷം കൈ കഴുകുന്നു. അവരുടെ നഖങ്ങളും അതുപോലെ തന്നെ മുഖവും എല്ലാ സ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നു. കാരണം ഈമാൻ, ശുദ്ധി ഈമാന്റെ പകുതിയാണെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ശാരീരികമായ ആരോഗ്യം, മാനസികമായ ആരോഗ്യം രണ്ടും കൊണ്ടാണ് സഹാബാക്കൾ അവിടെ ജീവിച്ചത് എന്ന് ജീവിക്കുന്ന ചരിത്ര സാക്ഷ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ജീവിതം സാധ്യമായി എന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ അച്ചടക്കത്തോടെ പാലിക്കാൻ അവർ തയ്യാറായിരുന്നു എന്നാണ്. ആ നിർദ്ദേശങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല എന്ന് നമുക്കറിയാം. ഈ ലോകാവസാനം വരെയുള്ള മനുഷ്യന് ഭൂമിയിൽ സമാധാന ജീവിതം, ശാന്തമായ ജീവിതം, പുരോഗതിയുള്ള ജീവിതം, അച്ചടക്കമുള്ള ജീവിതം, ക്രമസമാധാനം നിലനിൽക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ ഈ നിർദ്ദേശങ്ങളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അല്ലാഹു തആല അടിവരയിട്ട് പ്രഖ്യാപിക്കുകയും അതിന്റെ നിയമനിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന രൂപത്തിലല്ല, മനുഷ്യന്റെ ഇഷ്ടത്തിന് സ്വീകരിക്കുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പാക്കുന്നത്. അത് ഖുർആനിലൂടെ നമ്മൾ അറിയിച്ചത്. അത്തരം കുറേ ആഴ്ചകളുള്ള ഒരുപാട് സൂറത്തുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് വിവരിക്കുന്ന ഒരു സൂറത്താണ് 49-ാം അധ്യായമായ അൽ ഹുജറാത്ത്. ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ മുറികൾ, അറകൾ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് താമസിക്കാൻ മദീന പള്ളിയുടെ വലതും ഇടതും ഭാഗത്ത് ഉണ്ടാക്കിയിരുന്ന ഈന്തപ്പന പോലെ കൊണ്ട് ഉണ്ടാക്കിയ, മണ്ണ് പഴിച്ചുണ്ടാക്കിയ, ഒരാളിന്റെ അത്രയും പൊക്കമുള്ള, അല്ല കയ്യെത്തിയാൽ തൊട്ടാവുന്ന അത്രയും പൊക്കമുള്ള ചെറിയ അറകളായിരുന്നു. 1-2 അറകളുള്ള സമുച്ചയമായിരുന്നു എന്നൊക്കെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഒരുപാട് ആന്തരാർത്ഥങ്ങളും ഈ
സമുദായത്തിന്റെ ആഭ്യന്തര കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് ഈ സൂറത്ത് എന്ന് ആ അറകളുടെ അർത്ഥവ്യാപ്തി വെച്ച് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്തായാലും അതിൽ ആദ്യത്തെ 3 ആഴ്ചകളാണ് ഞാൻ നിങ്ങളെ മുന്നിൽ കേൾപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ, യാ എന്ന് പറഞ്ഞാൽ മതി, അയ്യുഹ എന്ന് പറയേണ്ടതില്ല. യാ എന്ന് പറഞ്ഞാലും അയ്യുഹ എന്ന് പറഞ്ഞാലും ആവർത്തനമാണ്. അപ്പോൾ വളരെ സ്നേഹമസന്നമായ ഒരു വിളിയാണ്. നിയമം നടപ്പാക്കുമ്പോൾ ആ നിയമനിർമ്മാതാവ് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയല്ല. എൻ്റെ സത്യവിശ്വാസികൾ, എന്നിൽ യഥാർത്ഥത്തിൽ വിശ്വസിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട മകനെ എന്ന് പറഞ്ഞ് ലുഖ്മാൻ പറയുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ മറികടന്നു കളയരുത്. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കുക. വത്തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ സമീഉൻ അലീം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നവനും കേൾക്കുന്നവനുമാണ്, അറിയുന്നവനുമാണ് എന്ന് ഇത് വളരെ ഹ്രസ്വമായ ഒരു വർത്തമാണ്. അള്ളാഹുവിനെ റസൂലിനെയും മറികടക്കരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് ഓതുമ്പോൾ രണ്ടും നമ്മുടെ മുന്നിലില്ല. അള്ളാഹു എന്തായാലും നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത് നടന്നു പോകുമ്പോഴല്ലേ മറികടക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വിട്ടുപിരിഞ്ഞാൽ നമ്മുടെ മുന്നിൽ നടക്കുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് കാലാന്തരം നിലനിൽക്കേണ്ട ഈ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് വിശദീകരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ആയത്തിനെ സംബന്ധിച്ച് ഈ ആയത്ത് ഇറങ്ങുന്നതിന് കാരണമായ സബബുൻ നുസൂൽ, അതായത് ഇറങ്ങാൻ കാരണമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ വളരെ പ്രാമുഖ്യമാണ് എന്ന് തോന്നിയ ഒരു സംഭവം, ഹിജ്റ 9-ാം നൂറ്റാണ്ടിൽ ബനൂ തമീം എന്ന് പറയുന്ന ഒരു പ്രാകൃത ഗ്രാമീണ ഗോത്രം, അവിടെ നിന്ന് കുറച്ച് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ. അപ്പൊ ആ സാർത്ഥവാഹ സംഘം അവിടെ എത്തിയപ്പോൾ, മദീനയിൽ റസൂലിന്റെ അടുത്തെത്തിയപ്പോൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ സ്വീകരിച്ചിരുത്തി. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് ഒരാളെ, അഖ്റഅ ബിൻ ഹബിസ് എന്ന് പറയുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അബൂബക്കർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തമീംകാരുടെ നേതാവായി ഇയാളായിരിക്കും തിരഞ്ഞെടുക്കുക. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കിയിട്ട് വരും. ഖഅഖഅ ബിൻ മഅബദ് എന്ന് പറഞ്ഞ വേറൊരാൾ, ഉമറിനെ പരിചയമുള്ള വേറൊരാൾ. ഹാബിസിനെ അബൂബക്കർ ചൂണ്ടിക്കാണിച്ചപ്പോൾ മഅബദിനെ ഉമർ ചൂണ്ടിക്കാണിച്ചു, ഇയാളായിരിക്കും റസൂൽ നേതാവായി തിരഞ്ഞെടുക്കുക. അബൂബക്കർ ചൂടായി. നമ്മൾ ഇന്ന് കാണുന്ന അബൂബക്കർ ഉണ്ടല്ലോ, അബൂബക്കർ തന്നെ, പക്ഷെ അബൂബക്കർ ചൂടായി. ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കലാണ് നിങ്ങളുടെ പരിപാടി. നിങ്ങൾക്ക് അബൂബക്കർ പറയാൻ എന്നെ എതിർക്കണം എന്നുള്ളതല്ലാതെ വേറെ സംഗതിയില്ല. അപ്പൊ ഉമ്മ പറഞ്ഞു, നിങ്ങളെ എതിർക്കണ ഒരു പണി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. രണ്ടുപേരും വളരെ ഉച്ചത്തിൽ സംസാരം ഉണ്ടായി. ഉച്ചത്തിൽ സംസാരം ഉണ്ടായപ്പോൾ റസൂൽ അവിടെ സദസ്സിലുണ്ട്. അപ്പോൾ ആ റസൂൽ സദസ്സിലുള്ളപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോ ഈ കാലഘട്ടത്തിൽ ആലോചിക്കുമ്പോൾ വളരെ മര്യാദകേടാണ് നമുക്ക്. പക്ഷെ ആ കാട്ടറബികളുടെ ആ കാലഘട്ടത്തിലെ സ്വഭാവം യഥാർത്ഥത്തിൽ ഒരു മര്യാദകളായിട്ട് അവർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർ എന്ത് വന്നാലും വായിച്ചൊന്നൊക്കെ ഉറക്കാൻ വിളിച്ചു പോകലാണ്. അത് പ്രവാചകന്റെ അടുത്തായാലും ശരി, വലിയ വലിയ ആളുകളായാലും ശരി, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവരുടെ രീതിയും സ്വഭാവമൊക്കെ അങ്ങനെ ആയിരുന്നില്ല. അവരെങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പൊ ഇവിടെ രണ്ട് സംഗതി ഒന്നിച്ചു വരുന്നു. അവരുടെ നേതാവ് ആരാണെന്ന് റസൂൽ തീരുമാനിക്കുന്നതിന് മുമ്പ് ചാടിക്കേറിയിട്ട് അബൂബക്കർ, ഉമർ പ്രഗത്ഭന്മാരാണ്. ബുഖാരിയിലെ റിപ്പോർട്ട് അനുസരിച്ച് ഈ രണ്ടുപേരും നശിച്ചു പോകുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥത്തിലുള്ള കരുണയില്ലായിരുന്നെങ്കിൽ രണ്ടുപേരും നശിച്ചു പോകുമായിരുന്നു. ഈ ഒരു സംഭവത്തോടുകൂടി ആണ് യഥാർത്ഥത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യത്തിൽ വിശ്വസിച്ച ആളുകളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തി നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലകും വഅൻതും ലാ തശഉറൂൻ. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തി ശബ്ദിക്കരുത്. അപ്പോ ആദ്യം പറഞ്ഞ ആയത്ത്, അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാടിക്കയറി നിങ്ങൾ അഭിപ്രായം പറയരുത്. അതൊന്നും സംഭവിച്ചു ഒച്ചത്തിൽ. ഇപ്പൊ രണ്ട് സംഭവങ്ങൾ ഇവിടെ നടക്കുകയാണ്. അപ്പൊ രണ്ട് സംഭവങ്ങൾ അള്ളാഹു തആല ക്രിയേറ്റ് ചെയ്യാണ്. മഹാനായ പ്രവാചകന്റെ സ്കൂളിൽ ആ കാലഘട്ടത്തിലെ വമ്പന്മാരെ കൊണ്ട്, പ്രഗത്ഭന്മാരെ കൊണ്ട് രണ്ട് സംഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സൃഷ്ടിക്കുകയാണ്. ഒരു ഗോത്ര വിഭാഗം വരുന്നു, അള്ളാഹുവിന്റെ റസൂൽ അവരെ സ്വീകരിക്കുന്നു. റസൂൽ എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിന് മുമ്പ് റസൂലിന്റെ കൂടെയുള്ള അനുയായികളെ ഓനാണ് നേതാവാക്കുക, എന്നിട്ട് കച്ചവടം ഓർക്ക വർത്താനം പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സാധാരണ നിലയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. നമ്മളെ കാണാൻ നമ്മളൊരു കമ്മിറ്റി കാണാൻ വേറൊരു ആൾ വിഭാഗം.
അപ്പൊ അവരെ സംബന്ധിച്ച് ഇവിടുത്തെ പ്രസിഡന്റോ ചെയർമാനോ നേതാവായിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിന് മുമ്പ് അടിച്ചുകൊണ്ട് വിടും കമ്മിറ്റിക്കാർ. നമുക്ക് സാധാരണ നിലയിൽ നമ്മൾ ചെയ്യണ പണി തന്നെയാണ്. അവിടെ പ്രാകൃതരായ അറബികൾ അത് ചെയ്തു, അല്ലെങ്കിൽ അബൂബക്കറും ഉമറും ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിലേക്ക് ഒന്ന് നോക്കാം. നമ്മളവരെ MSSന്റെ കമ്മിറ്റിയിൽ ഒരു വേറെ വിഭാഗം ആളുകൾ കാണാൻ പറ്റും. ഇവിടെ ചെയർമാനുണ്ട്, ജനറൽ സെക്രട്ടറി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആളുകൾ വന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ കമ്മിറ്റി അംഗങ്ങൾ രണ്ടാൾ വേണം. അയാളാണ് നല്ലത്, മറ്റാളാണ് നല്ലത്. ചെയർമാനോടെ വെണ്ടാകുറിച്ചിരിക്കും. ബാക്കിയുള്ളൊരു ബോളറോ ഒച്ചത്തിൽ നല്ല ഒച്ചയുള്ളവർ വലിയ മിടുക്കനാണ് എന്നാണ് നമ്മുടെ തെറ്റായ ധാരണ. ഇത് നമ്മുടെ ഇടയിൽ സാധാരണ നടക്കുന്നതാണ്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ യഥാർത്ഥത്തിൽ അച്ചടക്കത്തിന്, നല്ല ലോകത്തിന്റെ, സംശുദ്ധമായ ലോകത്തിന്റെ അച്ചടക്കത്തിന് ചേർന്നതല്ല എന്ന് പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ റസൂലിനെ തന്നെ അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ നിർത്തി പഠിപ്പിക്കണം. എന്താണ് അങ്ങനെ സംഭവിച്ചാൽ കജഹരി ബാലിക്കും ബാലി, നിങ്ങൾ പരസ്പരം പറയുന്നത് പോലെ പ്രവാചകനെടുത്ത് പറയുന്നത്. അങ്ങനെ ആയാൽ അഹ്ബത നിങ്ങളുടെ അമലുകൾ, സൽക്കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകും. വന്തുമില്ലാത്ത ഷറൂർ, നിങ്ങൾ അറിയാത്ത നിലയിൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകും. അങ്ങനെ ചെയ്യരുത് എന്നാണ്. ഇന്നല്ലദീന യഗ്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈക അല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് ശബ്ദം താഴ്ത്തി മിതമായ ഭാഷയിൽ സംസാരിക്കുന്നവരുടെ ഹൃദയങ്ങളെയാണ് സൂക്ഷ്മതയ്ക്ക് വേണ്ടി നാം പരിശീലിപ്പിച്ച് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ലഹും മഗ്ഫിറത്തും അജ്റുൻ അളീം, അവർക്ക് പാപമോചനമുണ്ട്, ഉന്നതമായ പ്രതിഫലവുമുണ്ട് എന്നാണ്. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകനോളം സ്ഥാനം നമ്മുടെ സാധാരണ രാജ്യത്തിന്റെ നേതാവിനോ അല്ലെങ്കിൽ കമ്മിറ്റിയിലെ പ്രസിഡന്റിനോ കൊടുത്തില്ലെങ്കിലും ഒരു സദസ്സിന്റെ അച്ചടക്കത്തിന് ഇസ്ലാമിക രീതി എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നു. ഇത് സദസ്സിന്റെ അച്ചടക്കത്തിന് മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ അന്വേഷിക്കാതെ ചാടിപ്പുറപ്പെടരുത് എന്ന വിശാലമായ ഒരു സംഗതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മറ്റൊരു എപ്പിസോഡിലൂടെ ആ കാര്യം നമ്മൾ വിശദീകരിക്കുകയാണ്. മുആദ് ബിൻ ജബലിനെ യമനിലെ പ്രതിനിധിയായി, ഗവർണറായി നിയമിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയുള്ള ആളുകൾ സക്കാത്ത് പിരിക്കാനും വിതരണം ചെയ്യാനും ആളുകൾ നിസ്കാരം പഠിപ്പിക്കാനും നോമ്പ് പഠിപ്പിക്കാനും ഇസ്ലാമിക കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനും വേണ്ടി മുആദ് ബിൻ ജബൽ നയിക്കുക. മുആദ് ബിൻ ജബലിനെ നിയമിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മുആദേ, താങ്കൾ അവിടെ എത്തിയാൽ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് വിധി കൽപ്പിക്കുക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് ഉടനെ തന്നെ പറഞ്ഞു, കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബാണ് വിധി കൽപ്പിക്കുക. ഉടനെ റസൂലിന്റെ ചോദ്യം, അതിൽ കണ്ടില്ലെങ്കിലോ? നിങ്ങളുടെ ഒരു പ്രായോഗിക ജീവിത പ്രശ്നം അള്ളാഹുവിന്റെ കിതാബിൽ വ്യക്തമായി നേരിട്ട് പ്രതിപാദിക്കാത്തതാണ്. എന്ത് ചെയ്യും? സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ ചര്യ അനുസരിച്ച് ഞാൻ അനുമതി കൽപ്പിക്കും. അതിലും കണ്ടില്ലെങ്കിലോ? അങ്ങനെ വരാമല്ലോ. അപ്പോ റസൂലിന്റെ ചര്യ അനുസരിച്ച് വിധി കൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ കണ്ടില്ലെങ്കിലോ എന്നാണ് ചോദ്യം. ഉടനെ മുആദ് പറഞ്ഞു, എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് ഗവേഷണം നടത്തി തീരുമാനം. റസൂലിന് ആ മറുപടി ഇഷ്ടാവുകയും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് തൃപ്തികരമായ മറുപടി നൽകാൻ റസൂലിന് അനുഗ്രഹമേകിയ അല്ലാഹുവേ നിനക്ക് സ്തുതി എന്ന് പറയട്ടെ. അതൊരു വലിയൊരു സംഗതി നമ്മൾ പഠിപ്പിക്കുന്നു. അതായത് എല്ലാ സംഗതികളും 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച ഈ ഖുർആനിൽ അത് തന്നെ കുറച്ച് പേജുകളേ ഉള്ളൂ. ലോകത്ത് മുഴുവൻ രാജ്യങ്ങളിലും മുഴുവൻ ജനതകളിലും മുഴുവൻ ആവശ്യങ്ങളുടെയും പ്രശ്നങ്ങളെ അക്കിട്ട് എണ്ണി നിരത്തിയിട്ട് ഉത്തരം നൽകാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നമ്മുടെ നിലവിലുള്ള ഒരു അങ്ങാടിയിലെ സംഗതികളും എല്ലാം ഒന്ന് എഴുതി വെച്ചിട്ട് പരിഹാരം എഴുതി വെച്ചാൽ അതിന് ഇത്രയൊരു പുസ്തകം പോരാ. അപ്പൊ ആഗോളാടിസ്ഥാനത്തിൽ ലോകത്ത് പ്രവാചകന് ശേഷം വന്ന എല്ലാ ജനതകൾക്കും അവരുടെ ജീവിത പ്രശ്ന പരിഹാരത്തിന് ഉത്തരം ലഭിക്കാൻ യഥാർത്ഥത്തിൽ മുഴുവൻ ഖുർആനിൽ അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചാൽ ആ ഖുർആൻ തന്നെ വായിക്കാനോ എടുത്തുകൊണ്ട് നടക്കാൻ നമുക്ക് പറ്റാതാവും. അപ്പൊ അതുകൊണ്ട് സൂചനകങ്ങളും അടിസ്ഥാനങ്ങളും മാത്രമേ ഖുർആനിൽ അല്ലാഹു തആല നൽകുന്നുള്ളൂ. മനുഷ്യൻ പുരോഗമിക്കുകയും കാലം മാറുകയും ചെയ്യുമ്പോൾ, പ്രദേശം മാറുകയും ചെയ്യുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കും. അപ്പോൾ പുതിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇജ്തിഹാദ് വളരെ അത്യാവശ്യമാണ്. അവരുടെ ഇജ്തിഹാദിന്റെ ബാബ് ഒരിക്കലും അടയ്ക്കാൻ പാടില്ല. അള്ളാഹു ഒരു കാര്യത്തിൽ എന്ത് പറഞ്ഞു, റസൂൽ ഒരു കാര്യത്തിൽ എന്ത് പറഞ്ഞു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാവണം നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും.
പ്രത്യേകിച്ച് നമ്മുടെ ഇതുപോലുള്ള രാജ്യത്തിൽ ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി, ബഹുമുഖ സമൂഹത്തിൽ പലിശ ഹറാമാക്കിയതാണ്. അപ്പോൾ പലിശാധിഷ്ഠിതമായ വ്യവസായ ഇടപാടുകൾ നമ്മളിവിടെ നടത്തിയിരുന്നു. അതുപോലെ ഇസ്ലാം പച്ചയായി ഹറാമാക്കിയ പല സംഗതികളും ജനാധിപത്യ സംവിധാനത്തിൽ ഹറാമല്ല. രണ്ടാളുടെ സമ്മതപ്രകാരം ശാരീരിക ബന്ധം പുലർത്തി കഴിഞ്ഞാൽ വിട്ടളയാൻ നിയമം ഉണ്ടാവും രാജ്യത്ത്. അതുപോലെ തന്നെ സ്വർഗ രതിക്ക് അനുകൂലമായ നിയമം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സിവിൽ ക്രിമിനൽ നിയമങ്ങൾ സത്യവിശ്വാസത്തിന് ചേരാത്തതായിട്ട് ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിലും അതുപോലെയുള്ള രാജാധിപത്യ രാജ്യങ്ങളിലും ഒക്കെ ഉണ്ടാവാൻ സാധിക്കും. അപ്പൊ അവിടെയൊക്കെ സത്യവിശ്വാസികൾ അവരുടെ നയം എങ്ങനെ രൂപീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു സൂചനയാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുആദ് ബിൻ ജബലിലൂടെ നൽകിയിരിക്കുന്നത്. ഇത് വളരെ അർത്ഥവത്താണ്. അപ്പോൾ ഗവേഷണം നടത്തി പരാജയപ്പെട്ടു പോയാലും ഒരു കൂലിയുണ്ട്. പക്ഷെ ഈ ഗവേഷണം നടത്തുമ്പോൾ അതിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം അള്ളാഹുവിന്റെ കലാമിലൂടെ വന്ന ആ സന്ദേശം ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും ജനങ്ങൾക്ക് സമാധാന ജീവിതം ഉണ്ടാക്കാനും വേണ്ടിയായിരിക്കണം. സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളിൽ ഒത്തുപോകാനോ മറ്റുള്ളവരെ കൂടെ ഒപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ ലേശം പിന്നോട്ടായി പോയി എന്നുള്ളത് കൊണ്ട് മുന്നോട്ടാക്കാനോ വേണ്ടിയാവരുത്. നിർഭാഗ്യവശാൽ ലോകത്തിന്റെ പല ഭാഗത്തും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാരും പണ്ഡിതന്മാർക്കും അവർക്ക് ഈ സന്ദേശത്തിന്റെ വില അറിയില്ല. അവരിങ്ങനെ കിതാബ് കൊണ്ട് നടക്കുകയാണ്. അവർക്കിതിന്റെ വാല്യൂ അറിയാത്തത് കൊണ്ട്, പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ നേതാക്കന്മാർക്ക് അവർ വാല്യൂ അറിയാത്തതുകൊണ്ട് അവർ ഈ മറ്റു സമൂഹങ്ങളുമായി പോകുമ്പോൾ അവർ പല സംഗതികളും ചെയ്യും. അപ്പൊ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് അപമാനകരമായി കണക്കാക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ പലപ്പോഴും പല കത്തുകളും നടക്കാറുണ്ട്. നമ്മുടെ അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ വന്നു നിലവിളക്ക് കത്തി കൊളുത്തുന്ന കാര്യം. നിലവിളക്ക് കൊളുത്ത് മുസ്ലിങ്ങളും ചെയ്യണം. അതായത് വിദ്യാരംഭത്തിന് ഹരിശ്രീ കുറിക്കുന്നത് മുസ്ലിങ്ങളും ചെയ്യണം. കൈകൂപ്പുന്നത് എന്തോ ഒരു കുഴപ്പമില്ലല്ലോ, മുസ്ലിങ്ങൾക്കും ചെയ്യാമല്ലോ എന്നൊക്കെ അഭിപ്രായങ്ങൾ ഇവിടെ വരുന്നുണ്ടായി. യഥാർത്ഥ നൂറ്റാണ്ടുകളായി ഒരു ജനത ആചരിച്ചു വരുന്ന അവരുടെ മതപരമായ ഒരു സംഗതിയാണ് നിലവിളക്ക് എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത സംഗതിയാണ്. നമ്മുടെ ഇവിടുത്തെ ദേശീയ മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോകുമോ എന്ന ജാള്യത കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ നമ്മളും വെള്ളങ്ങളൊക്കെ ഒത്തിക്കണം എന്ന് മദീനയിലെ ഈ ജൂതന്മാർ കപ്പട മീശയായിട്ട് നടന്നു. താടി ക്ലീൻ ഷേവ് ചെയ്ത് കപ്പട മീശയായിട്ട് നടന്നു. അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ് സത്യവിശ്വാസികൾ മീശയൊക്കെ വെട്ടിച്ചുരുക്കി താടി വളർത്തിക്കൊള്ളുന്നു. താടി ഇങ്ങനെ വല്ലാണ്ട് വികൃതമായി വളർത്താനൊന്നല്ല പറഞ്ഞു, അതിന് വേറെ ഹദീസ്. എന്തിനാണ് അത് ആരാധനയായിട്ട് ബന്ധപ്പെട്ട പോലല്ല. എന്നിട്ടും ആ ജനതയുടെ സംസ്കാരത്തിലേക്ക് ഈ ഇസ്ലാമിക സംസ്കാരം അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം. ഈ ഗ്രീക്ക് സംസ്കാരത്തില് ഉത്തരീയം, അതായത് മേൽവസ്ത്രം ഭൂമിയിലൂടെ ഇഴച്ചു നടക്കുന്നത് ആർഭാടത്തിന്റെ പ്രൗഢിയുടെ ലക്ഷണമായി കണക്കാക്കിയിട്ടുണ്ട്. ഗ്രീക്കുകാരുള്ള കച്ചവടത്തിൽ ഈ ഖുറൈശികൾക്ക് അത് വലിയ കാര്യമായിട്ട് തോന്നി. ഖുറൈശിയുടെ നാട്ടിൽ വലിയൊരു തുണി എടുത്തിട്ട് ഇങ്ങനെ ഇഴച്ചടക്കും, പിടിക്കാനുണ്ട് ആളും. അപ്പോൾ സത്യവിശ്വാസികൾ താമസിക്കുന്ന സമൂഹത്തിലെ മേലാളന്മാർ, അവരുടെ കൂട്ടത്തിലുള്ള മറ്റുള്ളവർ മേലാളന്മാർ ഇങ്ങനെ ഉത്തരീയം തറയിലിട്ട് ഇങ്ങനെ ഇഴച്ചു നടക്കണ അത് സത്യവിശ്വാസികൾ അറിയാതെ പകർത്തി പോകുമെന്നുള്ളതുകൊണ്ട് അതായത് അഹങ്കാരത്തോടെ നിലത്ത് വസ്ത്രമഴിച്ച് നടക്കുന്നവൻ നമ്മളിൽ അള്ളാഹു നോക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരോധിച്ചു. അതായത് ഒരു ജനതയ്ക്ക് ഈ സംസ്കാരം, അവരുടെ സംസ്കാരം അവരുടെ ചിന്താധാരയുടെയും ജീവിത സങ്കല്പത്തിന്റെയും ലക്ഷ്യത്തിന്റെയും ആകത്തുകയാണ്. ഒരു ജനതയുടെ ആചാരാനുഷ്ഠാനങ്ങൾ അവരുടെ ചിന്താഗതിയുടെയും ജീവിത സങ്കല്പത്തിന്റെയും ആകത്തുകയാണ്. അതാണ് അവരുടെ അനുഷ്ഠാനങ്ങൾ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിന് അതിന്റെ തന്നതായ തൗഹീദിന്റേതായ അനുഷ്ഠാന മുറകൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് പോരാ എന്ന് തോന്നുമ്പോഴാണ് ആളുകൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ ബനീഇസ്രായേലുകാർ ഇത് തന്നെ പറഞ്ഞു. മൂസാ നബി ആളുകളെ ഇങ്ങനെ ബിംബാരാധനയിൽ നിന്ന് രക്ഷിച്ചിങ്ങനെ സിനായ് മരുഭൂമിയിലൂടെ കൊണ്ടുപോവുക. അപ്പൊ അവിടെ പശുക്കുട്ടി ആരാധിക്കുന്നത് കണ്ടപ്പോ അനുയായികൾ പറഞ്ഞു, മൂസ ഒരു പശുക്കുട്ടി നമുക്കുണ്ടാക്കി സാർ, നമ്മളും ആരാധിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ചെന്നപ്പോ അവിടെ പശുക്കുട്ടി ആരാധിക്കുന്നവരാണ് കൂടുതൽ. എന്നാ പിന്നെ ഒരു പശുക്കുട്ടി ഞങ്ങളും ആരാധിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തൊരു നാശമാണ് ജനതയെ നിങ്ങൾ എന്ന് പറയണ്ടായി. ഇവിടെ എല്ലാവരും നിലവിളക്ക് കൊത്തികളി, നമ്മളും നമ്മൾ നിലവിളക്ക് കൊത്തി കളയാമെന്ന് പറഞ്ഞാൽ അതേ സംസ്കാരം യാതൊരു തരത്തിൽ ഒഴുപ്പുമില്ലാതെ നടപ്പാക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ്. പക്ഷെ ആളുകൾ എന്ന് പറഞ്ഞ ഗൗരവത്തിലുള്ള ഒരു സംഗതിയായി തോന്നിയില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് സംഗതികൾ
നമ്മുടെ വിവാഹ കാര്യങ്ങളിൽ, താലികെട്ടിന്റെ കാര്യങ്ങളിൽ, അതുപോലുള്ള ഒരുപാട് സംഗതി. നമ്മളെ വീടുണ്ടാക്കുമ്പോൾ, വീട് കൂടുമ്പോൾ, സ്ഥാനം നോക്കുമ്പോൾ, സ്ഥലം നോക്കുമ്പോൾ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന കുറെ സംഗതികൾ അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞൊന്നും പോരായിട്ട് നമ്മൾ പുതുതായിട്ടൊന്ന് ചേർക്കുകയാണ്. ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി. ഗൗരവമാണ് സംഗതി. എന്തെങ്കിലും ഒരു കാര്യം സത്യവിശ്വാസം ചെയ്യാൻ പോകുമ്പോൾ അതിൽ അള്ളാഹുവിന് എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ, പ്രവാചകൻ എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ, പണ്ഡിത ലോകം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ആലോചിക്കാതെ എടുത്തു വെച്ചങ്ങ് ചെയ്താൽ അന്തഹബത അഅ്മാലുകും, നിങ്ങളെ സൽക്കർമ്മങ്ങളെല്ലാം തകർന്നു പോകും. വളരെ ഗൗരവത്തിലാണ്. അതായത് ഉദാത്തമായ സംശുദ്ധമായ ഉന്നതമായ സമാധാനത്തിന് ലോകം ഉണ്ടാക്കുമ്പോൾ ഇത്തരം കഠിനമായ അച്ചടക്കത്തിലൂടെ മാത്രമേ അത് ഉണ്ടാക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ ആശ്വാസത്തിന്റെ, അനുഭൂതിയുടെ, ആനന്ദത്തിന്റെ അവസരങ്ങൾ, നിമിഷങ്ങൾ വേണോ? നിങ്ങൾ കള്ള് ഷാപ്പ് പറഞ്ഞ് കള്ളുടിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ബാർ ഹോട്ടലിൽ അനുഭവിച്ചുള്ള അനുഭൂതി കിട്ടും എന്നല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ജീവിതത്തിന്റെ പച്ച യാഥാർത്ഥ്യങ്ങളുമായി മല്ലടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ട് നിൽക്കുമ്പോൾ അധ്വാനത്തിന്റെ ഭാരം വഹിക്കുമ്പോഴും ആശ്വാസത്തിന്റെ അനുഭൂതി ഞാൻ നിങ്ങൾ ആസ്വദിപ്പിക്കും. ജീവിതത്തിൽ നിന്ന് ഒളിച്ചുകൂടി മയക്കുമരുന്നിന്റെ ലഹരിയുടെ അടിമയായിക്കൊണ്ട് അനുഭൂതി ആസ്വദിക്കാൻ പോയാൽ തകർന്നു പോകുന്ന ഒരു ലോകമാകും നിങ്ങൾക്കുണ്ടാകുക. ആധുനിക ലോകം എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് അഭിവൃദ്ധി വേണോ, സാമ്പത്തിക ഇത് വേണോ? ആളുകളെ ചൂഷണം ചെയ്യരുത്. നൽകുന്നത് നാമാണ് എന്ന ഉദ്ദേശത്തിൽ കിട്ടിയത് മറ്റുള്ളവരും കൊടുക്കുക. അവന്റെ പൈസ കൊള്ളയടിച്ചെടുക്കാൻ വേണ്ടി പലിശ ഇടപാട് നടത്തരുത്. ആധുനിക ലോകം എന്താ ചെയ്യണത്? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പോരാത്തത് കൊണ്ട് സത്യവിശ്വാസികൾ പോലും അല്ലാഹുവിനും റസൂലും അതുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും എന്നാണ് അല്ലാഹു പറയുന്നത്. നിങ്ങളെ ദീൻ അല്ലാഹുവിനെ പഠിപ്പിക്കുക. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. ഇത് നിസ്സാരമായ അബൂബക്കറും ഉമറും ഒരു ഗോത്രത്തിന്റെ കാര്യത്തിൽ തർക്കിച്ചതിന് വേണ്ടി മാത്രം പറഞ്ഞ സംഗതിയല്ല. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സത്യവിശ്വാസി ഓരോ സംഗതി ചെയ്യുമ്പോൾ അത് അള്ളാഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടപ്പെടാത്ത, ഈ ദീനിന്റെ സംസ്കാരത്തിനും അനുഷ്ഠാനങ്ങൾക്കും യോജിക്കാത്ത നടപടിക്രമമാണെങ്കിൽ അള്ളാഹുവിന് നിയമം പഠിപ്പിക്കലാണ് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അള്ളാഹുവിന് രീതിശാസ്ത്രം പഠിപ്പിക്കലാണ് എന്നാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹുവിനെ നിങ്ങൾ യുക്തിയും കർമാനുഷ്ഠാനവും പഠിപ്പിക്കുകയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇതിനേക്കാൾ വലിയ ധിക്കാരം വേറെ ഉണ്ടോ? അത് വളരെ ഗൗരവപൂർവമായി പരിഗണിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഇങ്ങനെ ഈ വക സംഗതികളിലെല്ലാം അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞത് മനസ്സ വാച കർമ്മണ അംഗീകരിച്ചാലേ അങ്ങനെയുള്ള ഉന്നതമായൊരു ലോകം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ലോകം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനുവേണ്ടി അധ്വാനിച്ചാൽ അതിനേക്കാൾ മഹത്തമമായ ഒരു ലോകത്തിൽ പൗരത്വം നൽകാം. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് സത്യവിശ്വാസികൾക്ക് അനന്താശ്വാസത്തിന്റെ അനുഭൂതിയുടെ വാഗ്ദാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അപ്പൊ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പരാജയപ്പെടില്ല. വിശ്വാസത്തിന്റെ അച്ചടക്കം പാലിക്കണം. ഇവിടെ ദുന്യാവിൽ ജീവിക്കാനാണല്ലോ നമ്മളും നിലവിളപ്പുറത്തെന്നൊക്കെ പറയുന്നത്. പക്ഷേ ജീവിതം ദുന്യാവ് കൊണ്ട് അവസാനിക്കുന്ന ഒരു ഹ്രസ്വകാല ഏർപ്പാടല്ല എന്ന് വിശ്വസിക്കുന്നവരെ പറയാൻ പറ്റൂല. മരിച്ചു കഴിഞ്ഞാലും ജീവിക്കണ്ടേ? അള്ളാന്റെ അടുത്ത് പോണ്ടേ? ഒരു ജനതയുടെ അതായത് ജനങ്ങളെ വിവരമില്ലാതെ ജനങ്ങളെ വഴിതെറ്റിക്കുന്നു ആളുകൾ. നമ്മള് ഇവിടെ വന്നത് തന്നെ എന്തിനാ? ഏകനായ അള്ളാഹു ഓന് ഒരു ജീവിത നിയമം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് അഷ്ഹദു, അതിന് ഞാൻ സാക്ഷിയാണെന്ന് പറയാനാണ്. അപ്പൊ വന്ന് വേറൊരുത്തം വിളക്കത്തിപ്പോ അതിന്റെ കൂടെ പോയി വിളക്കത്തിച്ചാൽ എന്താ അഷ്ഹദുവാണ് അതിന്റെ അർത്ഥം? സത്യത്തിന് സാക്ഷിയാവുക എന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരുപാട് ആചാരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവനാണ് ഞാൻ എന്നാണ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അധിക മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. Alhamdulillah hamdan kathiran tayyiban mubarakan yanbaghi li jalali wajhihi wa 'azimi sultanihi. Subhanaka la nazidana kama athnayta nafsahu wa lakal hamdu hatta tarda. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. Ayyuhal ikhwatul ahbab, ഊസിക്കും വഇയ്യായ ഥാനിയം ബിത്തഖ്വ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നും
നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. പറഞ്ഞു വന്ന വിഷയം വളരെ ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നത്. സൂറത്തുൽ ഹുജറാത്ത് നമ്മൾ വായിക്കാറുണ്ട്, ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ആയത്തിന് ഇങ്ങനൊരർത്ഥം ഇനി ഒന്ന് പോയി നോക്കുക, അപ്പം മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹ് നമ്മുടെ മുന്നിലില്ല. മുന്നിലില്ല എന്ന് പറഞ്ഞാൽ കാണില്ല, പ്രവാചകൻ നമ്മുടെ മുന്നിൽ കാണില്ല. അപ്പം അവരെ മറികടക്കരുത് എന്ന് പറഞ്ഞാൽ അവർ മുന്നോട്ട് വെച്ച, അള്ളാഹു പ്രവാചകനിലൂടെ മുന്നോട്ട് വെച്ച ആശയത്തെ മറികടന്നുകൊണ്ടൊരു ജീവിതം ഉണ്ടാക്കരുത്. എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും കർമാനുഷ്ഠാനങ്ങളിലുമൊക്കെ അത് ബാധകമാണ്. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. വേറൊരിടത്ത് മറ്റൊരു വാക്കുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൂചിപ്പിക്കുകയാണ്. അള്ളയും റസൂലും ഒരു കാര്യം ഇങ്ങനെയാണ് എന്ന് തീരുമാനിച്ചാൽ പിന്നെ ഒരു സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും സ്വന്തം കാര്യത്തിൽ സ്വതന്ത്ര അഭിപ്രായം പാടില്ല. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്കാണ്. അതായത് സത്യവിശ്വാസം സ്വീകരിക്കാത്ത ജനറലായിട്ടൊരു മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. എന്തിന്? വിശ്വസിക്കാനും നിഷേധിക്കാനും. ഞാൻ സത്യവിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, സ്വാതന്ത്ര്യമില്ല. അള്ളാഹ് എന്താ പറഞ്ഞത് അത് തന്നെയാണ് അവന്റെ വ്യക്തിത്വം. റസൂൽ എന്താണ് പറഞ്ഞത് അത് തന്നെയാണ് വ്യക്തിത്വം. അതുകൊണ്ടാണ് ഓരോ സംഗതികൾ വരുമ്പോഴും വിമർശിക്കേണ്ടി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ വഴി പഠിപ്പിച്ച ഒരു സംഗതിക്ക് വിരുദ്ധമായിട്ട് സത്യവിശ്വാസിക്ക് ഒരു അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. അല്ല പറയാ, അങ്ങനെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അക്കാര്യത്തിൽ ആരെങ്കിലും ധിക്കരിച്ചാൽ അവൻ ബഹുദൂരം വഴികേടിലായി പോയിരിക്കുന്നു. ഞാനല്ല, അള്ളാഹ് തന്നെയാണ് പറഞ്ഞത്. ഈ ദീനിന്റെ സത്തയ്ക്ക് പറ്റാത്ത അനുഷ്ഠാനങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് ബഹുദൂരം വഴികേടിലായി പോകുന്നതിന് സമമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ല, കുറച്ചുകൂടെ കടുപ്പിച്ചിട്ട് സൂറത്തുൻ നിസായിൽ വേറൊരാഴ്ച ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹഖിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നിന്റെ രക്ഷിതാവിനെ കൊണ്ട് തന്നെയാണ് സത്യം. അല്ലാഹ് ആണിടുകയാണ്. അല്ലാഹ് കണ്ടങ്ങ് പറഞ്ഞാൽ പോരെ. പക്ഷെ അല്ലാഹ് പ്രവാചകനോട് പറയാം, നിന്റെ രക്ഷിതാവിനെ കൊണ്ട് തന്നെയാണ് സത്യം. അവർക്ക് ഭിന്നാഭിപ്രായമുള്ള കാര്യങ്ങളിൽ നിന്നെ വിധികർത്താക്കുകയും നീ നൽകുന്ന വിധി മനസ്സിൽ പ്രയാസമില്ലാതെ സ്വീകരിക്കുകയും അതിന് പൂർണ്ണ സംതൃപ്തിയോടെ സമർപ്പിക്കുകയും ചെയ്യുന്നതുവരെ ഉറപ്പാണ് സത്യം, അവർ സത്യവിശ്വാസികളാവുകയില്ല. വേണ്ടോ? സൂറത്തുൻ നിസായിൽ 65-ാമത്തെ ആയത്ത് ഏത് പണ്ഡിതൻ എഴുതിയ വ്യാഖ്യാനം നിങ്ങളെടുത്ത് വായിച്ചു നോക്കി. ഫലാ വറബ്ബിക ലാ യുമിനൂന, നിന്റെ രക്ഷിതാവിനെ കണ്ട് തന്നെയാണ് സത്യം, അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയാവില്ല. എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു അഭിപ്രായം തോന്നി, അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കി അവിടെ നിന്നൊരു വിധി ഉണ്ടായി, അത് നമുക്ക് അവിടെ നോക്കിയാൽ കാണാമല്ലോ. അല്ലെങ്കിൽ അറിയുന്ന പണ്ഡിതന്മാർ പറഞ്ഞു, ആ വിധി സ്വന്തം താല്പര്യത്തിനെതിരാണെങ്കിലും മനസംതൃപ്തിയോടെ സ്വീകരിക്കാൻ കഴിയുകയും മുസ്ലിമാവുക, സമ്പൂർണമായി അതിനെ സമർപ്പിക്കുകയും ചെയ്യുന്നതുവരെ അവരിലാരും സത്യവിശ്വാസികളാവുകയില്ല തന്നെ എന്ന് മലയാളത്തിൽ. അപ്പൊ സത്യവിശ്വാസി എന്ന് പറയും. നമ്മളിങ്ങനെ ലേബലൊട്ടിച്ച് നടന്നു കഴിഞ്ഞാൽ അള്ളാന്റെ ലിസ്റ്റ് പെടില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. വളരെ ഗൗരവപൂർവമായ സംഗതിയാണ്. നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പൊടിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, മറ്റു പല സംഗതികളും ചെയ്യും. പക്ഷെ നമ്മുടെ മനസ്സിൽ ജീവിതത്തിന്റെ മറ്റു മേഖലകളിലുള്ള സംഗതികളിൽ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ഇഷ്ടത്തോടെ സംതൃപ്തിയോടെ സ്വീകരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ വിശ്വാസിയാവുള്ളൂ, നിങ്ങൾ മുസ്ലിം ആവുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. വളരെ ഗൗരവമാണ് വിഷയം. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ നമുക്ക് ചില താല്പര്യങ്ങളുണ്ടാകും. അവിടെ അള്ളാഹ് എന്താണ് പറഞ്ഞത് അത് പൂർണ്ണമായി മക്കൾ വിധേയമാകുന്നത് വരെ അവർ മുസ്ലിങ്ങളാവില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. സഹോദരങ്ങൾ തമ്മിലുള്ള ഇടപാടിൽ, സ്വത്ത് തർക്കത്തിലോ കച്ചവട ബന്ധത്തിലോ കാര്യങ്ങളിലോ ഒക്കെ നമുക്ക് നമ്മുടേതായ ചില താല്പര്യങ്ങളുണ്ടാവും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് വിധിച്ചിരിക്കുന്നു, എന്ത് പറയുന്നു, അത് സമ്പൂർണമായി മനസ്സ വാച കർമ്മണ സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ സത്യവിശ്വാസിയാകും.
ഭാര്യാഭർത്താക്കന്മാരുടെ ഇടപാടുകളിൽ, കച്ചവട ഇടപാടുകളിൽ, ഭരണ ഇടപാടുകളിൽ, നാട്ടിലെ ഇടപാടുകളിൽ, ക്രയവിക്രയങ്ങളിൽ, കോൺട്രാക്ട് ഇടപാടുകളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ അങ്ങനെ ഒന്ന് വിശദീകരിച്ചു. നമുക്ക് ഇത്ര സാധനം ഇത്ര രൂപയ്ക്ക് വിറ്റാലേ ലാഭം കിട്ടും, പക്ഷെ അങ്ങാടിയിലെ വില ഇതാണ്, അതുകൊണ്ട് നമ്മൾ അളവിൽ കുറച്ച് കുറയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് തൂക്കത്തിൽ കുറയ്ക്കുക. അങ്ങനെ നമ്മൾ നഷ്ടത്തെ ലാഭമാക്കി മാറ്റാമെന്ന് കണക്കൂട്ടുന്നു. ഇവിടെ അള്ളാഹുവിന്റെ നിയമം കാറ്റിൽ പറത്തിയിട്ട് നമ്മൾ അള്ളാഹ് നിയമം പഠിപ്പിക്കുക. എനിക്ക് നിലനിൽക്കാൻ, ലാഭം കിട്ടാൻ, കുടുംബം പുരോഗതി പ്രാപിക്കാൻ അളവിലും തൂക്കത്തിലും ഞാൻ കുറവ് വരുത്തിയെങ്കിലേ സാധിക്കുകയുള്ളൂ എന്നുള്ള അക്കീദയാണ് അവന്റെ മനസ്സിലുള്ളത്. ഇതെങ്ങനെ അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞ ജീവിതവുമായി ഒത്തുപോകും? ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഇത് വളരെ പ്രാധാന്യപൂർവ്വമുള്ള സംഗതിയാണ്. എല്ലാ സംഗതികളിലും, ക്രയവിക്രയങ്ങളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, വിവാഹ ഇടപാടുകളിൽ, അതുപോലെ മറ്റു ബന്ധങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാർ വഴി നിർദ്ദേശിച്ച ചില വഴികളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലളിതമായി കാണിച്ച പല സംഗതികളുണ്ട്. അനുഭൂതിക്കും ആസ്വാദനത്തിനും അതാണ് പറ്റിയത്. പക്ഷെ നമുക്ക് പോരാ. നമുക്ക് ആകെ ബഹളം ഉള്ളതെല്ലാം കൂടി പുറത്ത് കാണിച്ച് വർണ്ണശബളമായി അടിച്ചു പൊളിച്ചാലേ അനുഭൂതി ഉണ്ടാവൂ. അപ്പൊ നമ്മൾ അത് തന്നെ പഠിപ്പിക്കുക. അനുഭൂതി എന്ന് പറഞ്ഞാൽ മുഹമ്മദേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ, വന്ന് കണ്ടോളൂ എന്നതാണ് നമ്മളെ മനസ്സ്. അല്ലാഹു ഖുർആനിലും റസൂലും ഹദീസിലൂടെ പറയുന്നത് അങ്ങനെയല്ലടോ. അനുഭൂതി എന്ന് പറയുന്നത്, ആശ്വാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വഴിയാണ് എന്ന്. നമ്മൾ അതിന്റെ വക്താക്കളായി എന്നിട്ട് പുതിയത് അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. ഇതാണ് നമ്മളെ ദീൻ. അള്ളാഹു പഠിപ്പിച്ച ദീൻ കിതാബിലാണുള്ളത്. നമ്മളെ ദീനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എല്ലാ വേദനകളും നമ്മൾ അനുഭവിച്ചിരിക്കുന്നു. വണ്ടി ഓടിക്കുന്നവന് ശ്വാസം മുട്ടിയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. കാരണം നാളെയാണോ വില കിട്ടുന്നത്, മറ്റന്നാളോ വില കിട്ടുന്നത്, അതിന്റെ അപ്പുറത്താണോ വില കിട്ടുന്നത്, അമിതമായ വില കയറ്റും. ഇതിന് സർക്കാരുകളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ ഒന്നാകെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറ്റും. അതുപോലെ പെട്രോളിയം സാധനങ്ങളുടെ വില കയറ്റും. അക്രമങ്ങൾ, മരണങ്ങൾ, അപകടങ്ങൾ, തീപിടിച്ച്, വെള്ളപ്പൊക്കം, കൊലപാതകങ്ങൾ, അഴിമതി എന്ന് പറഞ്ഞാൽ മോൾ മുതൽ താഴെ വരെ വിശ്വാസമില്ലായ്മ. എന്തെങ്കിലും ഒരു സംഗതി മാനയെ പറഞ്ഞ ആരാണ് സാർ കാണേണ്ടത്, ഞാൻ പോയി കണ്ടോളാം ആദ്യം പറയണത്. നേർക്ക് നേരെ ചിന്തിക്കണ മനസ്സുകൾ ഇവിടെ ഇല്ലേ എന്ന് തോന്നിപ്പോ. അങ്ങനെ ഒരു ലോകമായി മാറിയിരിക്കുന്നു. തോന്യാസികളുടെയും അഴിമതികളുടെയും ഈ ലോകമായി മാറിയത് പിശാചിന്റെ ഈ ഭരണമിട ഉള്ളതുകൊണ്ടാണ്. മനുഷ്യ മനസ്സുകളെ പിശാച് അനുഭൂതിയുടെ പുതിയ ലോകത്തേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. അതല്ല അനുഭൂതിയുടെ ലോകം, അള്ള കാണിച്ച മാർഗമാണ് അനുഭൂതിയുടെ ലോകമെന്ന്. ഇതൊന്നും ഉറക്കെ പറയാൻ കൂടെ പറ്റൂല, പറഞ്ഞാ പ്രശ്നമാണ്. ഇവിടെ ഹൃദയവിശാലതയോടെ ചിന്തിക്കണം മനുഷ്യന്മാരില്ലാത്ത ഏതെങ്കിലും പള്ളി കയറി ഏതെങ്കിലും മൗലയ്ക്ക് ഇത് പറയാൻ പറ്റുമോ? പറഞ്ഞ അടുത്ത ആഴ്ച മൗലവി വരണ്ടെന്ന് പറയും. മൗലവിക്ക് സ്വാഭാവികമായിട്ടും അത് കിട്ടിയിട്ട് വേണം അരി വാങ്ങാൻ. അതുകൊണ്ട് മൗലവി വീഴും കാണും. നിവൃത്തിയില്ല. അങ്ങനെയാണ് ലോകം. ഇത് യാഥാർത്ഥ്യമാണ്. നശിക്കാൻ പിന്നെ വല്ല വേണോ? യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിപ്പിക്കുന്നതിലേക്ക് മടങ്ങാതെ നമുക്ക് ജീവിത വിജയം ഉണ്ടാക്കാൻ സാധ്യമാവുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും മുൻകടക്കാൻ ശ്രമിക്കേണ്ട. നിങ്ങളെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞത് ഗൗരവപൂർവ്വം എടുത്ത് പഠിച്ച് മനസ്സിലാക്കി വിനയാന്വിതമായി അത് സ്വീകരിച്ച് വിജയമുണ്ടാകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നൽകി തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യസ്വല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീൻ. اللهم ارض عن ابو بكر وعمر وعثمان وعلي وبقيه اصحاب رسول الله اجمعين. قرني وനായതും ഞങ്ങളെല്ലാം അനുഭാവങ്ങളും ചെറുപാടുകളും പുറത്തുനിന്ന് ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, മുസ്താഫന്മാർക്കും ഭാര്യ സന്താനങ്ങളും സഹോദരങ്ങളും സുഹൃത്തുക്കളും മത്താക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും പ്രഥമഭാഗത്തന്നെ നമ്പുരാനെ. അല്ലാഹു ഈ മുൻകാലങ്ങളിൽ ഞങ്ങളിൽ നിന്ന് മുൻമേ നിന്നിലേക്ക് എത്തിച്ചേരുന്ന ആളുകളുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളാക്കി മാറ്റുന്ന നമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഇസ്തിഖാമത്തോടെ ജീവിതം അനുഗ്രഹിക്കണേ. ഞങ്ങളിൽ നാഗാലയങ്ങൾ ജീവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും മറ്റു ദീനിന്റെ മാർഗത്തിൽ വാപ്പിച്ചുകൊടുക്കണേ നമ്പുരാനെ. നിന്റെ ദീൻ യഥാവിധി ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്തി ശാന്തതയോടെ മറ്റുള്ളവർക്ക് എത്തിക്കാനും അങ്ങനെ സമാധാനപൂർവമായ ജീവിതം പൂർത്തീകരിച്ച് ശാന്തമായി നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ നമ്പുരാനെ. മരണത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ കുറച്ചു തരണേ നമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങൾ നീ വിശാലമാക്കണേ നമ്പുരാനെ. ഞങ്ങളിൽ നിന്ന്
മരിച്ചുപോയ എല്ലാ ആളുകൾക്കും അവരുടെ കബറിടങ്ങൾ നീ വിശാലമായി കൊടുക്കണേ നമ്പുരാനെ. അവരുടെ തെറ്റുകളെല്ലാം നീ പുറത്തു മാറ്റി കൊടുക്കണേ നമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗ സോപാനത്തിൽ ഒരുമിച്ച് കൂട്ടണേ നമ്പുരാനെ. മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ നാഥ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശരിയാക്കണേ നമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുറവുകളും നീ പരിഹരിച്ചു കൊടുക്കണേ നമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ആശ്വാസം സമാധാനം നൽകി അനുഗ്രഹിക്കണേ നമ്പുരാനെ. ഞങ്ങളുടെ ഈ ദുആ നീ സ്വീകരിച്ചു തരണേ നാഥ. കാരുണ്യവാനായ നമ്പുരാനെ, ഞങ്ങളെ വെറുതെ വിടല്ലേ, ഞങ്ങളെ വെറും കൈയോടെ മുടക്കല്ലേ നാഥ. ഞങ്ങളുടെ ദുആ സ്വീകരിച്ചു തരണേ നമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل مكان يا أرحم الراحمين. ربنا